ഡൽഹിയിൽ കോൺഗ്രസിന്റെ തേരോട്ടമാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് എഎപിക്കും ബിജെപിക്കും മുകളിലാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മുന്നേറ്റമെന്ന് ഇന്ത്യ ടുഡേയും ടൈംസ് ഓഫ് ഇന്ത്യയും വ്യക്തമാക്കിയത്. പേരിന് പോലും ഒരാളില്ലാത്ത അവസ്ഥയിലായിരുന്നു സത്യം പറഞ്ഞാൽ കോൺഗ്രസ്. ഇപ്പോൾ ഡൽഹിയിൽ ഉള്ളതും അങ്ങനെ തന്നെ. എഎപിയുമായി സഖ്യം ചേർന്നുവെങ്കിലും കോൺഗ്രസിന് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തോറ്റടിയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും അന്നേരം പോക്കറ്റിലാക്കിയത് ബിജെപിയാണ്. യു പിയിൽ ഇന്ത്യ മുന്നണി കുതിച്ചുയരുമ്പോഴും ഡൽഹിയിൽ അവസ്ഥ മറ്റൊന്നായിരുന്നു. അതൊന്നും പക്ഷേ തലസ്ഥാന നഗരിയിൽ കോൺഗ്രസിനൊന്നും ഗുണമുണ്ടാക്കിയിട്ടില്ല. എങ്കിലും ഇപ്പോൾ വരുന്ന ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ് 1-ാം സ്ഥാനത്താണ്. എന്നാൽ അതിനല്പം കൂടി അക്കം കൂട്ടാൻ ഇപ്പോൾ കോൺഗ്രസിനായിട്ടുണ്ട്. തോന്നിയപടി പദ്ധതികളും വാഗ്ദാനങ്ങളും അരവിന്ദ് കെജ്രിവാൾ വാരിക്കോരി നൽകി അതുവഴി അപേക്ഷകരെ കൂട്ടുന്ന കെജ്രിവാളിന്റെ തലക്കിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത്. ജയിലിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലനിൽപ്പ് അവതാളത്തിലാവുമെന്ന് മനസ്സിലാക്കിയ കെജ്രിവാൾ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നെങ്കിലും പിന്നീട് കാലുമാറുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അത് ഡൽഹി തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമ്പോൾ കോൺഗ്രസ് അടങ്ങിയിരിക്കില്ല. അതിനുദാഹരണമാണ് ആം ആദ്മി വാരിക്കോരി കൊടുക്കുന്ന പദ്ധതിക്ക് കോൺഗ്രസ് നൽകുന്ന ഒരു ആപ്പ്. ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ച പദ്ധതികളുടെ പേരിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവിടുകയാണ് ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന. കെജ്രിവാളിനെ ന്യൂഡൽഹി മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നത്. മഹിളാ സമ്മാൻ യോജന പദ്ധതിക്കെതിരെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വീടിനരികെ പഞ്ചാബ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന ആരോപണത്തിലുമാണ് അന്വേഷണത്തിന് ഉത്തരവ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് സന്ദീപ് ദീക്ഷിത് വ്യാഴാഴ്ച വി.കെ. സക്സേനയെ കണ്ടിരുന്നു. അർഹരായ സ്ത്രീകൾക്ക് മാസം 2100 രൂപ നൽകുന്ന പദ്ധതിയാണ് മഹിളാ സമ്മാൻ യോജന. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിനായി സ്ത്രീകളുടെ രജിസ്ട്രേഷനും സർക്കാർ ആരംഭിച്ചിരുന്നു. എന്നാൽ ഈ പദ്ധതി ഇനിയും നോട്ടിഫൈ ചെയ്തിട്ടില്ലെന്നും ഇങ്ങനെയൊരു പദ്ധതി നിലവിലില്ലെന്നും ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട വകുപ്പുകൾ പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും നിരവധി സ്ത്രീകളുടെ വ്യക്തിഗത വിവരങ്ങൾ അധികൃതർ ശേഖരിച്ചിരുന്നു. ഇതാണ് വിവാദത്തിന് കാരണമായത്. ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വീടിന് സമീപത്ത് പഞ്ചാബിൽ നിന്നുള്ള ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു എന്നതാണ് കോൺഗ്രസിന്റെ മറ്റൊരു ആരോപണം. ഈ പരാതിയിൽ 3 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശം. പഞ്ചാബിൽ നിന്നും ഡൽഹിയിലേക്ക് കോടിക്കണക്കിന് പണം കൊണ്ടുവന്നുവെന്ന കോൺഗ്രസ് പരാതിയിൽ ചീഫ് സെക്രട്ടറിയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിട്ടു. വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ആം ആദ്മി രംഗത്ത് വന്നതോടെ ഇന്ത്യ സഖ്യത്തിലും മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു.